ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 28-ഉം 29-ഉം തിരുലിഖിതങ്ങൾ. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം? യേശു അവരോട് പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം വിനാശകാലേ വിപരീത ബുദ്ധി എന്നതിനെക്കുറിച്ചാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 21-ാം അധ്യായം 24-ാം തിരുലിഖിതം, അഹങ്കാരിയും ധിക്കാരിയുമായ മനുഷ്യൻ്റെ പേര് പരിഹാസകൻ എന്നത്രേ. അഹങ്കാരിയും ധിക്കാരിയുമായ മനുഷ്യൻ്റെ പേര് പരിഹാസകൻ എന്നത്രേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകം വ്യക്തികളുടെ ആത്മീയത നശിപ്പിച്ച് കളയുന്ന ഒരു വലിയ തിന്മയാണ് മേൽ കീഴ് ചിന്തയില്ലാതെ, ആരോടാണ് എന്താണ് എന്ന് വകഭേദമില്ലാതെ, നിയന്ത്രണമില്ലാത്ത സംസാരം, നിയന്ത്രണമില്ലാത്ത പരിഹാസം. ഈ നിമിഷങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്താം. യേശുവിൻ്റെ ആത്മാവ്, ഹൃദയത്തിൽ നിന്നും മുള്ളുകളെയും മുൾച്ചെടി ദഹിപ്പിച്ച് ആമ്പലാക്കുന്ന വിടുതലിൻ്റെ ആത്മാവ്, വിടുതലിൻ്റെ ആത്മാവ് ഇപ്പോൾ ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരട്ടെ. കാലങ്ങളായി പരിഹാസത്തിൻ്റെയും നിന്ദയുടെയും പുച്ഛത്തിൻ്റെയും പാപബന്ധനത്തിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ അരിപ്പുകളും ദഹിപ്പിക്കുന്ന ആത്മാവ്. യെശയ്യായുടെ പുസ്തകം 10-ാം അധ്യായം 17-ാം തിരുലിഖിതം, ഇസ്രായേലിന്റെ പ്രകാശം ഒരു അഗ്നിയായും അവിടുത്തെ പരിശുദ്ധ ജ്വാലയായും നിങ്ങളുടെ മേൽ കത്തിപ്പടരും. ഒറ്റ ദിവസം കൊണ്ട് കത്തിജ്വലിച്ച് അവനിലെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ച് ചാമ്പലാക്കും. ഈ ഒരു അഗ്നിയുടെ അഭിഷേകം ഇപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരട്ടെ. പടരണമേ, കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണമേ. വിടുതലിനാത്മാവേ നിറയണമേ. അഭിഷേകമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ, കത്തിപ്പടരണമേ. പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. ഓ ഈ അഭിഷേകമേ, ഈ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ ഈ അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ അവിടുന്ന് തിരുസഭയ്ക്ക് നൽകിയിട്ടുള്ള പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഈ കുടുംബങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു, സമൂഹങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളിൽ നിന്ന്, സമൂഹങ്ങളിൽ നിന്ന് കാലങ്ങളായി ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിഹാസത്തിന്റെയും പുച്ഛത്തിന്റെയും അന്ധകാരത്തിന്റെയും പൈശാചിക അരൂപികൾ കൂട്ടത്തോടെ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.
ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ 24-ാം തിരുലിഖിതം, അഹങ്കാരിയും ധിക്കാരിയുമായ മനുഷ്യന്റെ പേര് പരിഹാസകൻ എന്നത്രേ. അവൻ ആരെയും കൂസാതെ ഗർവോടെ സംസാരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ അനേകം കുടുംബങ്ങളിലുള്ള ദൈവികമായ ചൈതന്യം നശിപ്പിച്ചു കളയുന്ന ഒരു തിന്മയാണ് ദൈവികമായ അഭിഷേകം പ്രാപിച്ചവരെ ദുഷിച്ച് സംസാരിക്കുക, മഹിമ അണിഞ്ഞവരെ നിന്ദിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുവഴി എനിക്കും നിങ്ങൾക്കും കനത്ത ആത്മീയ നാശം സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നിഷേധിക്കാൻ പറ്റാത്ത ഒരു സത്യമാണ്. ഹല്ലേലൂയ. എൻ്റെ മേലും നിങ്ങളുടെ മേലും ദൈവരാജ്യത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരു പ്രത്യേക കൃപ ലഭിക്കും. ആ കൃപയുടെ പേരാണ് വകതിരിവിൻ്റെ കൃപ. ഹല്ലേലൂയ. ആരോട് എങ്ങനെ ഇടപെടണം എന്നുള്ള ഒരു തിരിച്ചറിവ് ആ ആത്മാവ് നമുക്ക് പ്രദാനം ചെയ്യും. നമ്മൾ എത്ര പഠിപ്പുള്ളവരാണെങ്കിലും എത്ര ഉയർച്ചയുള്ളവരാണെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വകതിരിവ്, ഒരു തിരിച്ചറിവിൻ്റെ അഭിഷേകം എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ വ്യാപരിക്കണം. ഞാനൊരു സംഭവം ഓർമ്മിക്കുകയാണ്. ഒരു വ്യക്തിയെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി അച്ഛൻ ഫോണിൽ വിളിച്ചു. ആ വ്യക്തി അപ്പോൾ വളരെ പ്രധാനപ്പെട്ട, ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരു തിരക്കിലാണ്. അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞ് ആ വ്യക്തിയെ കണ്ടുമുട്ടാൻ ഇടവന്നു. അപ്പോൾ ആ വ്യക്തി വന്നപ്പോൾ ആ വ്യക്തി ആദ്യമേ അദ്ദേഹം പറയുകയാണ്, അച്ഛാ, ഞാൻ മുഖാന്തിരം അച്ഛന് കുറേ വിഷമങ്ങൾ വരുന്നുണ്ടല്ലേ, ഞാൻ സമയത്ത് വരാത്തത് കൊണ്ട് അച്ഛന് വല്ല വിഷമോ വേദന ഉണ്ടായോ, എന്തെങ്കിലും വിഷമോ വേദന ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മറ്റു കാര്യങ്ങളുടെ സംസാരം ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ ചിന്തിച്ച്, എത്രയോ വലിയ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകമാണ് ആ എളിയ ദൈവ പൈതലിൽ വ്യാപരിക്കുന്നത്. വലിയ പക്വതയും വലിയ നരച്ച മുടിയൊന്നും ഇല്ലാത്തൊരു വ്യക്തി, ചെറുപ്പക്കാരനാണ്, വളരെ ചെറുപ്പം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ സംസാര രീതി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ദൈവാത്മ അഭിഷേകത്തിൻ്റെ ഒരു വഴി, ഒരു രീതി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് അനേകം വ്യക്തികൾ വൈദികരോടും സമർപ്പിതരോടും തിരുസഭയിലെ മേലധികാരികളോടും ഇടപെടുമ്പോഴും സംസാരിക്കുമ്പോഴും അവരെക്കുറിച്ച് വീട്ടിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴെല്ലാം വളരെ ബഹുമാനമില്ലാതെ സംസാരിക്കുന്നതായി ഇന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതിനെക്കുറിച്ച് ഞാനും നിങ്ങളും ദൈവവചനപ്രകാരം മനസ്സിലാക്കണം. ആദ്യം തന്നെ വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം നിങ്ങളോട് പറയുകയാണ്. ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ദേശത്ത് വളരെ തിന്മയിലും പാപത്തിലും മുഴുകി ജീവിച്ച ഒരു വൈദികനുണ്ടായിരുന്നു. ആ വൈദികൻ സത്യം പറഞ്ഞാൽ വേറൊരു സ്ത്രീയുടെ കൂടെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ആ ദേശത്തുള്ള എല്ലാവരും ആ വൈദികനെ കുറ്റം പറയുകയാണ്. ആ ദേശത്തുള്ള എല്ലാവരും ആ വൈദികനെ വെറുക്കുകയാണ്. ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ ഈ കാര്യത്തെക്കുറിച്ച് കേട്ട്, അപ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് നെഗറ്റീവായി പറയാം, ഉള്ള കാര്യമല്ലേ പറയുന്നതെന്ന് പറഞ്ഞ് വേണമെങ്കിൽ പറയാം. പക്ഷേ അസീസി പുണ്യവാളനിൽ ദൈവത്തിൻ്റെ ഒരു അഭിഷേകം ഉണ്ടായിരുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം, ഒരു വകതിരിവ് ഉണ്ടായിരുന്നത് കൊണ്ട് ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ ചിന്തിച്ച്, ഞാൻ വൈദികനെ കുറിച്ച് എന്താണ് പറയേണ്ടത്, ഞാൻ ഒരു വൈദികൻ തെറ്റിലിരിക്കുന്നതിനെ കുറിച്ച് അറിയുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്. ഒരു വകതിരിവ് അസീസി പുണ്യവാളനുണ്ടായിരുന്നു. അദ്ദേഹം ആ വൈദികൻ്റെ അടുത്തേക്ക് ഒരു ദിവസം കടന്നു ചെന്നു. ആ വൈദികൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ആ കരങ്ങൾ പിടിച്ച് ചുംബിച്ചിട്ട് പറഞ്ഞു, ആളുകൾ അച്ഛനെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും ഈ കരങ്ങൾ ഞാനൊന്ന് ചുംബിക്കുകയാണ്. കാരണം ഇത് ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ട കരങ്ങളാണെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞ് ആ വൈദികൻ്റെ കരങ്ങൾ പിടിച്ച് ചുംബിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നെഗറ്റീവായിട്ടൊരു വാക്ക് പോലും ആ അസീസി പുണ്യവാളൻ ആ വൈദികനെ കുറിച്ച് പറഞ്ഞില്ല, ഒരു ഉപദേശം പോലും കൊടുത്തില്ല. പിന്നെയോ
പരിശുദ്ധാത്മാവിൻ്റെ ഒരു വകതിരിവോടെ പെരുമാറി. എന്താ ഉണ്ടായ വ്യത്യാസം? ആ വൈദികന്റെ ജീവിതത്തിലേക്ക് വലിയൊരു മാനസാന്തരത്തിൻ്റെ അഭിഷേകം ഉണ്ടായി. അദ്ദേഹത്തിന് അനുതാപത്തിൻ്റെ കൃപ നിറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മുഴുവൻ വിശുദ്ധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ തക്കവണ്ണം ആ സമയത്ത്, ആ വകതിരിവോടെ ഇടപെട്ട സമയത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ സമൂഹത്തിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഒരുപാട് കൃപകൾ നഷ്ടപ്പെട്ടു പോകാൻ തക്കവണ്ണമുള്ള ഒരു മേഖലയായി ഇത് മാറിയിട്ടില്ലേ? സമർപ്പിതരെക്കുറിച്ചും വൈദികരെക്കുറിച്ചും ദുഷിച്ച് സംസാരിക്കുന്ന രീതികൾ, വകതിരിവില്ലാത്ത പെരുമാറ്റ രീതികൾ, വകതിരിവില്ലാത്ത സംസാര രീതികൾ, അത് കോൺവെന്റിലാണെങ്കിലും പള്ളിമുറികളാണെങ്കിലും വീട്ടിലാണെങ്കിലും സ്വീകരണ മുറികളാണെങ്കിലും ഭക്ഷണശാലയിലാണെങ്കിലും കല്യാണ വീടുകളിലാണെങ്കിലും മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുന്നിടത്തോ വൈദികർ ഒരുമിച്ച് കൂടുന്നിടത്തോ സിസ്റ്റർമാർ ഒരുമിച്ച് കൂടുന്നിടത്തോ ദൈവത്തിൻ്റെ കൃപ നശിപ്പിക്കപ്പെടാൻ തക്കവണ്ണം വകതിരിവില്ലാത്ത ഒരു സംസാര രീതിയായി സമർപ്പിതരെ കുറിച്ചും തിരുസഭാധികാരികളെ കുറിച്ചും ദൈവത്തിൻ്റെ മനുഷ്യരെ കുറിച്ചുള്ള സംസാരങ്ങൾ മാറിപ്പോയിട്ടില്ല എന്ന് ചിന്തിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് ദൈവവചനം നമുക്ക് വ്യക്തമായ ചില മാർഗരീതികൾ തരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള തിരുലിഖിതങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ നീ ഭയപ്പെടുക, അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക, സർവശക്തിയോടും കൂടി സ്രഷ്ടാവിനെ സ്നേഹിക്കുക, അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത്, കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പന പ്രകാരമുള്ള വിഹിതം അവന് നൽകുകയും ചെയ്യുവീൻ. ഇത് ദൈവം എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ ദേശങ്ങളിലുമുള്ള സകല ജനത്തിനു വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ദൈവികമായൊരു ജീവിത രീതിയാണ്. നീ നിന്റെ ദേശത്ത് നീ ഏത് ജാതിയിൽപ്പെട്ടവനായാലും, നീ ഏത് മതത്തിൽപ്പെട്ടവനായാലും, ഏത് പാർട്ടിയിൽപ്പെട്ടവനായാലും, ഏത് ജീവിതാനുസരിക്കുന്ന വ്യക്തിയാണെങ്കിലും, വൈദികനാകട്ടെ, സമർപ്പിതയാകട്ടെ, സിസ്റ്ററാകട്ടെ, രാഷ്ട്രീയക്കാരനാകട്ടെ, ഉദ്യോഗസ്ഥനാകട്ടെ, ആരുമാകട്ടെ, ലോകത്തുള്ള സകല ജനതതികൾക്കും വേണ്ടി ഇതാ ദൈവം തൻ്റെ ആത്മാവിനാൽ ഒരു രീതി ദൈവവചനത്തിൽ നമുക്ക് നൽകിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവുള്ളവൻ ഇത് സ്വീകരിക്കും. വചനം പഠിപ്പിക്കുകയാണ്, നീ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ബഹുമാനിക്കുക, അവിടുത്തെ പുരോഹിതന്മാരെ നീ ബഹുമാനിക്കുക, സർവശക്തിയോടും കൂടി സ്രഷ്ടാവിനെ സ്നേഹിക്കുക, അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത്, കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പന പ്രകാരമുള്ള വിഹിതം അവന് നൽകുകയും ചെയ്യുവീൻ. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ സ്പഷ്ടമായി സകല ജനതകളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു രീതി ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുകയും പുരോഹിതനെ തുറന്ന മനസ്സോടെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. പുരോഹിതൻ എന്ന് പറയുമ്പോൾ സമർപ്പിതരും വചനപ്രഘോഷകരും അങ്ങനെ ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങനെ കരുതണം. ഹല്ലേലൂയ. നമുക്കവരെ ദുഷിച്ച് പറയാൻ ദൈവമായ കർത്താവ് അനുവാദം തരുന്നില്ല. നമ്മളോട് വചനം കൽപ്പിക്കുന്നത് അവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ്.